ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ എൽദോ, മുഖ്യാതിഥി ശ്രീ പ്രസാദ്, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലെ ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്ലബിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പനംകുറ്റി പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ വേദിയിൽ തന്നെ നാടൻപാട്ടിൻ കലാകാരനായ താമര നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ നാടൻപാട്ട് ആസ്വദിക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രസംഗം നീട്ടിപ്പോകുന്നില്ല. ഇവിടെ സ്വാഗതം പറഞ്ഞ റഫീഖ് കുറച്ച് വിശദമായി നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു. പനംകുറ്റി ക്ലബ്ബ് സ്വാഭാവികമായും ഏറെക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ പല മേഖലകളിലും ഇടപെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. അത് യഥാർത്ഥത്തെ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വായനശാല അല്ലെങ്കിൽ ക്ലബ്ബ് ഇതൊക്കെ പറയുമ്പോൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ കായിക രംഗത്താണ് അത് ഊന്നൽ കൊടുക്കുക. നിരവധി ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കലാരംഗത്തും കായിക രംഗത്തും അവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ പനംകുറ്റി ഈ ക്ലബിനെ സംബന്ധിച്ചോളം അവർ ഈ രംഗത്ത് ഇടപെടാനുള്ളൊരു ശ്രമം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗ്രൗണ്ട് ലീസിനെടുത്തു എന്ന് പറയുകയുണ്ടായി. അതിലിടയ്ക്ക് തന്നെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഗ്രൗണ്ടില്ല എന്നുള്ളത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല ഒരു ഗ്രൗണ്ട് ഇപ്പോൾ പണി പൂർത്തീകരിച്ച് വരികയാണ്. പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് തന്നെയാണ്, പഞ്ചായത്തിൻ്റെ സ്കൂൾ തന്നെയാണ്. കൂടാതെ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ലക്ഷ്യമിടുന്നത് ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം. ഇത് ലക്ഷ്യമിട്ടതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്റ്റേഡിയം എന്ന ലക്ഷ്യത്തോടു കൂടി അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഈ സാമ്പത്തിക വർഷം നമ്മൾ ഫണ്ട് വെച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ഫണ്ട് വെച്ച് പ്രോജക്റ്റ് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് വരും തലമുറയെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ അവർ കലാരംഗത്തും കായിക രംഗത്തും വേദി ലഭിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അതിനുള്ള വേദികൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മുടെ കിഴക്കഞ്ചേരിയെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വോളിബോളിൻ്റെ കേന്ദ്രമാണ്. വിവിധ പ്രദേശങ്ങളിൽ വോളിബോൾ ഈ വേനൽക്കാലങ്ങളിൽ പരിശീലനവും അതുപോലെ തന്നെ എല്ലാ മത്സരരംഗത്തും കിഴക്കഞ്ചേരി സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അപ്പം അത് കുറഞ്ഞു വരുന്നു. നമ്മുടെ മക്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തലമുറ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ആശങ്കയുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് ഈ മൊബൈലിൻ്റെയൊക്കെ കാലം വന്നപ്പോൾ അതിലേക്ക് പോകുന്നു, അത് നോക്കി അതിൽ അഡിക്റ്റ് ആവുന്ന പോലെ തോന്നുന്നു. സാമൂഹ്യ രംഗത്ത് നമ്മൾ ഇടപെടുന്നതിൽ വലിയ പ്രാധാന്യം നമ്മുടെ മക്കൾ കൊടുക്കുന്നില്ല. അവിടെ നമുക്ക് ഇടപെടാൻ കഴിയേണ്ടതുണ്ട്. അതിനിവിടെ നമുക്ക് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഊന്നലോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയണം. അതോടൊപ്പം തന്നെ പാരൻസ്, രക്ഷിതാക്കൾ മക്കളെ പഠിക്കുക, വീട്ടിൽ വരിക, വീണ്ടും പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങി കൂടാനുള്ള ഒരു അവസരമല്ല ഉണ്ടാക്കേണ്ടത്. അവരെ പുറത്ത് കളിക്കാനും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയോട് ഇടപെടാനുള്ള വേദികൾ ഒരുക്കി കൊടുക്കണം. ഇപ്പം നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നിറയെ വർക്കിലോടാണ് അവർക്ക്. കാലത്തെളിച്ചാൽ ചെറിയ കുട്ടിയാണെങ്കിൽ അപ്പം തുടങ്ങും ട്യൂഷൻ. പിന്നെ കുട്ടികളെല്ലാവരും നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് ആഗ്രഹിക്കുന്നത്. അത് നല്ലത്, മക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, പഴയ കാലമൊന്നുമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടവർ മക്കളാണ്, രക്ഷിതാക്കളാണ്. ഇല്ലെങ്കിൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയൊക്കെ കിട്ടും. ജോലി കിട്ടുമ്പോൾ അവർ ജോലിയും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകും. സമൂഹത്തോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് അറിയില്ല. അവിടെ വരുമ്പോൾ നമ്മൾ പാരൻസും ഒറ്റപ്പെട്ടു പോകും.
അവർ സമൂഹത്തെ കാണുമ്പോൾ തന്നെ പാരൻസും അവർ കാണുന്നത് വേറൊരു ഭാഗത്താണ്. അവരുടേതായ ജീവിതവുമായി മുന്നോട്ട് പോകും. നല്ല ജോലി, നല്ല സൗകര്യങ്ങൾ, അതൊക്കെ കൊണ്ട് വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി അവരവരുടെ കാര്യം നോക്കും. നമുക്ക് സന്തോഷമാണ്. കാരണം എന്താ, മക്കളൊക്കെ നല്ല നിലയിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് പോലും അവരുടെ പിന്നെ സ്വാതന്ത്ര്യവും സഹായവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ വരും. അതുകൊണ്ട് തന്നെ സമൂഹമായി ഇണങ്ങിപ്പോകാൻ മക്കളെ പഠിപ്പിക്കാൻ കഴിയണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ നാട് എന്ന് പറയുന്നത് നമ്മൾ വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു നാട് തന്നെയാണ്. പക്ഷേ ഒരു ഡാമേജ് നമുക്ക് സംഭവിച്ചില്ല. എന്താണ്? ഇവിടെ നമ്മുടെ മക്കൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി, നമ്മുടെയൊക്കെ കുടുംബത്തിൽ 1-2 കുട്ടികളുണ്ടാവുക, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, പക്ഷെ അവർ നല്ല വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള റാക്കറ്റിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം പോവാണ്. ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ നോക്കിക്കാണുന്നതല്ലേ, ദിവസേന നമ്മൾ കാണുന്നതാണ്.